ഓ എന്നൊന്നുമില്ല രാവിലെ. നമ്മളിവിടെ വന്നേക്കുന്നത് ഗ്രാനിയുടെ വീട്ടിൽ ASMR നടത്താനാണ് ഗായ്സ്. അപ്പം ഇതെൻ്റെ പണ്ടത്തെ വകയിലെ അപ്പൂപ്പൻ്റെ വീടാണ് ഗായ്സ്. അപ്പം ഞാൻ പുള്ളിക്കാരൻ്റെ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ ഒന്ന് ചില ദിവസം വരും. അന്നേരം ഗ്രാനിയും ചില ദിവസമൊക്കെ വരും. എന്നിട്ട് ഞാൻ വന്നപ്പോൾ എന്നെ അങ്ങ് അടിച്ചിട്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് തിരിച്ചൊരു പണി ഞാൻ കൊടുക്കാം. ഇതാരത്? നമ്മൾ പറഞ്ഞപ്പോഴേ വന്നിട്ടുണ്ട്. നമുക്ക് ഭക്ഷണം വല്ലതും ഫ്രിഡ്ജൊന്നുമില്ല, ഒക്കെ ഡ്രോയറിനകത്തും ഒന്നുമില്ല. ഓവനകത്തോ പ്രത്യേകിച്ചൊന്നുമില്ല. ഗ്രാനി ഇതിനൊക്കെ ഒന്ന് വട്ടം കറാണേ. നമുക്ക് ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കാം. ASMR ആണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ട് ലാമ്പിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാക്കാം. ഓ ഗായ്സ്, ഗ്രാനി അത് കേട്ടിട്ടുണ്ട്. ഇതന്നെ ഷോട്ട് ഗൺ. അമ്മച്ചി, പക്ഷെ നമുക്കിതും കൊണ്ടൊരു കാര്യം ചെയ്യണം. ഇങ്ങനെ നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഗൈസ്. എനിക്കറിയത്തില്ല. നമുക്കൊന്ന് താഴോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. അമ്മച്ചേ, come on, let's go. ഇതെന്നാ ഗൈസ്? ഗ്രാനി ഇവിടെ എന്തോ കാര്യമായിട്ട് തപ്പിക്കൊണ്ടിരിക്കുവാണ്. കാണാതെ പോയ കണ്ണാടിയാണ് ഗൈസ് തോന്നുന്നത്. അതോ കാണാതെ പോയ ട്രൗസറായിരിക്കും, നമുക്ക് എന്നാന്നറിയത്തില്ല. താഴെ പോയി ഇതൊന്ന് വെച്ചേക്കാം. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണ് വേണ്ടേ. ഇനിയിപ്പോൾ ഗ്രാനീനെ കൊണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. പുള്ളിക്കാരത്തി ഇഴഞ്ഞിഴഞ്ഞേ വരത്തുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിനകത്തൊരു ഒന്നുമില്ല. കാറിൻ്റെ ഡോറൊക്കെ ഒന്ന് മര്യാദക്ക് വെച്ചുകൂടെ തിളക്കി. അതുകൊണ്ട് ഒരു മര്യാദയില്ല ഗ്രാനി കേട്ടോ. ഒന്ന് തൊട്ടാ പൊളിഞ്ഞു പോണേ കാറാകട്ടെ. ബോണറ്റൊക്കെ തുറക്കണം കേട്ടോ. ഇവിടെ എന്നാക്കെ വെക്കാനുണ്ട്, സ്പാർക്ക് പ്ലഗ് അതുകൊണ്ട്. ഇപ്പോൾ ഗ്രാനിയമ്മച്ചി വരുമെന്നാണ് തോന്നുന്നത്. എപ്പോഴെങ്കിലും ഒന്ന് വന്നാൽ മതി. ഈ നാക്കെടുത്ത് വായ കിട്ടില്ല, അതുകൊണ്ട് അപ്പോഴേ വന്നു. എന്നാ ബുദ്ധിയുള്ള ഗ്രാനിയാ ഇത്. ഗ്രാനി കാറുണ്ടോയെന്ന് നമുക്കൊരു ടെസ്റ്റ് നടത്തണം കുറച്ച് നേരം കഴിഞ്ഞിട്ട്. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരാ പറഞ്ഞെന്ന് കേട്ടില്ലേ? ഞാനൊരു പാവമാണ് ഗൈസ്. ഞാൻ ഗ്രാനിയുടെ ഫ്ലാഷ് ബാക്ക് പറയാം. ഒരു ദിവസം ഗ്രാനി ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഗ്രാനി തലകറങ്ങി വീണത്. അതിനുശേഷം ഗ്രാനിയുടെ ബുദ്ധിയെല്ലാം ഗ്രാനി ഒരു മണ്ടിയായി. അപ്പോൾ ഗ്രാനി വീണ്ടും ഒരു മണ്ടിയാകുമ്പോൾ നമ്മൾ ഗ്രാനിൻ്റെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കും. ഇത് മണ്ണെണ്ണ, ഇത് പെപ്പർ സ്പ്രേ ആണ് ഗൈസ്. അയ്യോ, ഇതെന്നാ പറ്റി? ഗ്രാനി അവിടെ എന്നാ പോലെയൊക്കെ ആയിട്ടുണ്ട്. നമുക്കറിഞ്ഞാൽ വേറെന്തെങ്കിലും കിട്ടാനുള്ള സാധനം വല്ലതും. ഇത് ഷോട്ട് ഗണ്ണിൻ്റെ വേറെ പാർട്ടല്ലേ. ഇതിലത്തെ താഴെ കൊണ്ടുപോയി വെച്ചേക്കാം. മറ്റേ കാക്കേനെ അങ്ങ് പറപ്പിച്ച് കളയാം. അടുത്ത ASMR ആണ് ഗൈസ്. സാധനം തെള്ളിയിടുമ്പോൾ വരുന്ന ശബ്ദമാണ് കേട്ടോ. നല്ല സൗണ്ട്. ഞാൻ സൗണ്ട് കൂട്ടി. നമ്മൾ ഗ്രാനിക്ക് കണ്ണ് കാണിക്കും. അയ്യോ, ഇപ്പോൾ കാണാം. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ടേബിൾ വെക്കുന്ന ASMR ആണ്. അത് കൊള്ളാമല്ലേ? ഇനി നമുക്ക് TV കാണുന്ന ASMR-ലാണ്. പ്രത്യേകിച്ചൊന്നും കാണത്തില്ലായിരിക്കും, എന്നാലും ഒന്ന് നോക്കാം. അയ്യോ, ഗ്രാനി വരുന്നു. ഗ്രാനി ഇല്ലാത്ത സമയത്ത് നമുക്ക് TV കാണാം ഗൈസ്. ഗ്രാനി കണ്ട ഗ്രാനിയുടെ TV അല്ലേ. ഗ്രാനിക്ക് ദേഷ്യം. അയ്യോ, ഗ്രാനി ഇപ്പം നമ്മളെ കണ്ടേനെ. നമ്മളങ്ങ് എസ്കേപ്പായി. തള്ളക്ക് ബുദ്ധി ഇല്ലാത്തതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ഒന്നും മിണ്ടായിരിക്കാൻ പറ്റി. ഇച്ചിരി സമാധാനം എന്താ. ഇവിടെ വേറെ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കിയേക്കാം. ഗ്രാനി, വേർ ആർ യു? ഐ ആം ഹിയർ. വീട്ടിലേക്കൂടൊക്കെ ആരോ പോകുന്നുണ്ടല്ലോ. ദാണ്ട് പോകുന്നു. ഇതെന്നാ നോക്കുക, ഇവിടെ പുറകിൽ ഒരാളുണ്ട്. തള്ളതെ പുറകിലുണ്ട്, നോക്ക്. അയ്യോ, ഈ ഗ്രാനി നമ്മളെ കണ്ട്. അയ്യോ, വല്ലാത്തൊരു നിമിഷമായി പോയി. അല്ലെങ്കിൽ നമ്മളെ അയ്യോ
അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ അയ്യോ ആ അയ്യോ അയ്യോ ഗൈസ് അതൊരു ഗ്ലിച്ചായിപ്പോയി ഗൈസ്. പെട്ടെന്ന് നമ്മൾ ഗ്രാനിയാണ് അടിച്ചു വന്നു. നിങ്ങളിപ്പോൾ പുതിയ ASMR കണ്ടില്ലേ, ഗ്രാനി നമ്മളെ അടിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇതാരിത് അവിടെ ഓവൻ കഴുകുവാണ്, അല്ല ഓവൻ ഓണാക്കുവാണ്. ഇങ്ങോട്ട് ഇറങ്ങി വാ അമ്മച്ചി. അയ്യോ അതേ കണ്ടു ഗ്രാനി നമ്മുടെ പുറകെ വീണ്ടും പോകുന്നുണ്ട്. ഗ്രാനിനെ കുപ്പിയുടെ ASMR കിട്ടും. അയ്യോ ഗ്രാനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ സാധിക്കാൻ വല്ലതും കിട്ടുമോന്നൊക്കെ ഇതിനകത്ത് വല്ലതൊക്കെ കാണണ്ടേ. ഗ്രാനിക്ക് ഇതിനകത്തൊന്നും വെച്ചൂടെ, മടിയോ ഇപ്പോഴത്തെ നാണവും നമ്മളെ കാണുമ്പോൾ പറ്റില്ലോട്ടൊക്കെ ആളിരുന്നാണ് പാവമാണ് കേട്ടോ. അമ്മൂമ്മയൊക്കെ ആണെന്ന് പറഞ്ഞാലും ഇല്ലേ, അമ്മൂമ്മ തന്നെ സ്പീഡൊന്നും ഇല്ല. ഗ്രാനിക്കാണെങ്കിൽ ചില സമയത്താണെങ്കിൽ ഒടുക്കത്ത് ദേഷ്യമാണ് കേട്ടോ. നമ്മൾ ഗ്രാനി പറയണ കേട്ടില്ലെങ്കിൽ നമുക്ക് ഗ്രാനിനെ അങ്ങ് പറ്റിച്ചാൽ ഇതിനകത്തുകൊണ്ട് ഗ്രാനിനെ അങ്ങ് കൂട്ടിയിട്ടാൽ കിച്ചണൊരു സമാനം കിട്ടും. നിങ്ങൾക്കറിയോ ഗ്രാനി സോ അനോയിങ് ഗൈസ്. കാറിൻ്റെ അകത്ത് പോയി വിളിച്ചു, അമ്മച്ചി എവിടാണ്? മോനെ വന്നല്ലോ, നിന്നെ കാണാനില്ലല്ലോടാ. അയ്യോ ഗ്രാനി നമ്മളെ കണ്ടിട്ടില്ല ഇത്ര നേരമായിട്ട്. ഇങ്ങോട്ട് പൊക്കത്തെയോ ബുദ്ധിയില്ല പൊക്കണമില്ല ഒന്നും ഇല്ലാത്തൊരു വേണ്ട അവർ പിന്നെ നടക്കവില്ല. അല്ലെങ്കിൽ ചുമ്മാ നോക്കിയേക്കാം അഥവാ ജീവനുണ്ട്. ഉണ്ട് കേട്ടോ, ഇതിലായിട്ടും ചപ്പില്ല. കുറച്ച് വെള്ളം ചപ്പി കിട്ടു. ആണോ അറിഞ്ഞില്ല. എന്നാൽ പിന്നെ എന്തിനാ ആദ്യം അടിച്ചിട്ട് പോയി? എന്തോ പാപ്പം തന്നില്ലെന്ന് വെച്ചാണോ? കളവയായില്ലേ, പറയുന്ന കേട്ടങ്ങ് അനുസരിച്ചിരുന്നാൽ മതി. കുളിച്ചതൊക്കെ മതി. ഇതങ്ങ് ഓഫാക്കി വെക്കാം. ഓക്കെ, നമുക്ക് വേറെന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് അഴിച്ചു വിട്ടേക്കാം. അപ്പോൾ തന്നെ അമ്മച്ചി അങ്ങ് വന്നുവിടും മേടിക്കണ്ട. അമ്മച്ചി സ്റ്റിൽ ഫ്രഷാണ്. അയ്യോ നമ്മൾ അമ്മച്ചിക്ക് പാപ്പം കൊടുത്തില്ല, നമുക്ക് ഇതൊന്ന് കൊടുത്തേച്ച് വരാവേ. അമ്മച്ചി പാപ്പം റെഡിയാക്കിയിട്ടുണ്ട്, വന്നിരുന്ന് കഴിച്ചു. നല്ല ചിക്കൻ ഫ്രൈയാണ്. ചിക്കൻ ഫ്രൈ ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് എടുത്തേ ഉള്ളൂ, ഒന്ന് കുക്ക് പോലും ആക്കിയിട്ടില്ല. നമ്മളുടെ മീശമാധവന് കൊടുക്കാൻ വെച്ച് കഴിച്ചോ. ഗൈസ് ബിരിയാണി അത് നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. വയറ്റിനകത്തോട്ട് പെടാനങ്ങ് പോയായിരുന്നു കേട്ടോ. വാളെ അതെ തന്നെ കിട്ടിയതും പോലെ ഇനി എൻ്റെ മുമ്പിലോട്ട് പോകുന്നു. അങ്ങ് അടിച്ച് വീഴ്ത്താലും വേണ്ട, ഇനി ആവശ്യം വരും. എപ്പോഴും തല ഒന്ന് പോയക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പണ്ടാര തളച്ച് വീണ്ടും താണ്ട് വരും. ഇവർക്ക് വേറെ പണിയുണ്ട്. മറ്റേ ഷോട്ട്ഗണ്ണിൻ്റെ പാർട്ടൊന്ന് പോയി എടുത്തിട്ട് വരും. ഞാൻ എന്നാ ബിരിയാണി കണ്ണൊക്കെ ചുവന്നെടുക്കണേ. കണ്ണി കുരുവായിരിക്കും. ഞാൻ മറ്റേ സംഭവം അടിച്ചില്ല, അതുകൊണ്ടായിരിക്കും. നമുക്കിതുകൊണ്ട് മറ്റേ സ്ലെൻഡറിനെ കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ട് വരും. സ്ലെൻഡറിന് ആകെ ഒരു പോയജിയാണ്, കൊടുക്കത്തെ ദേഷ്യവും ഒരു പൊട്ടിത്തള്ളയാണ് സ്ലെൻഡറിന്. ഒരു ബുദ്ധിയില്ലാത്ത കുണങ്കള കളിക്കുക. പ്രത്യേകിച്ച് അവരെ വല്ല കാര്യമൊന്നും ആക്കണ്ട. സ്ലെൻഡറിന് ഒരു ന്യൂബാണ് ഗൈസ്. ഷീസ് എ ന്യൂബ്. നമുക്ക് മേളിലോട്ട് പോയി മറ്റേ ന്യൂബ് കൊടുത്ത് ഇതിനകത്ത് ആണെങ്കിൽ ഈ സ്ലെൻഡറിനെ കളണ്ട് എന്തായാലും ഇത് പറ്റിയ സമയമല്ല. നിങ്ങളുടെ പ്രശ്നമൊന്നും തന്നുമില്ല. ഇപ്പം വരുമായിരിക്കും ഇങ്ങോട്ട്. വാറല്ല ഇങ്ങോട്ട്, എൻ്റെ സമയം പോവുക ചുമ്മാ. ഇതേ അമ്മച്ചി വരുന്നു, എന്നെ കൊണ്ട് അമ്മച്ചി. നമ്മൾ മേളിൽ നിന്ന് നിന്നാലും കാണും നമ്മളെയൊക്കെ അല്ലേ. കിളവി സഹിക്കും.
അയക്കൊക്കെ ഉണ്ടല്ലേ കൊച്ചു കള്ളി. വേഗം ഇങ്ങോട്ട് വാ, എനിക്ക് വേറെ പണിയുണ്ട് പോയിട്ട്. ഇതന്നെ അവിടെ നോക്കി. ആ വാ 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 നല്ല ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്, എൻ്റെ സമയം പോകുന്നു. ഇറങ്ങി വന്നേ ഇങ്ങോട്ട്. ആ വന്നു വന്നു. ഒരു ഐഡിയ ഉണ്ട്, ഇതെടുത്ത് അങ്ങോട്ട് ഇടണമെങ്കിൽ തലച്ച് അങ്ങോട്ട് ഗെറ്റ് ഔട്ട്. നമുക്കിനി ഡയറക്റ്റ് വരും. അത് നമുക്ക് നോട്ടീസ് ആവും. ഇപ്പം നമുക്കിപ്പോൾ തന്നെ കക്കൂസിനോട്ടുള്ളതുണ്ടോ നോക്കാം. അമ്മച്ചി പല്ലും തേക്കത്തില്ല, കുളിക്കത്തില്ല, അങ്ങനത്തെ ഒരു സാമാനമാണ്. ആണ് പ്രശ്നം. രണ്ടും ചെയ്യത്തില്ല. കാക്കേൻ്റെ തീറ്റ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇതിൻ്റെ ASMR കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഗ്രാനീനെ കൂട്ടിയിട്ട് കൊല്ലുന്ന സംഭവം. പക്ഷെ അതിൻ്റെ ആവശ്യം ഇപ്പം ഇല്ല, അത് വരുമ്പോൾ തരാം. അയ്യോ പണ്ടായിരത്തി കണ്ടായിരുന്നു. ശരി ശരി, എൻ്റെ പുറകെ വന്നോളൂ. 24 മണിക്കൂർ ഇപ്പം എന്നെ തള്ളേ ചുമ്മാ എപ്പോഴും എൻ്റെ പുറകെ വന്നോളൂ. ഒന്ന് കണ്ട ചില സമയത്താണ് എനിക്ക് ദേഷ്യം വരും. ചുമ്മാ അടിച്ചിട്ടങ്ങ് കൊടുക്കുള്ളൂ. ഉണ്ടൊരു ഇനിയുണ്ട്, അത് നമ്മൾ ഇഷ്ടംപോലെ ഇട്ട് കൊടുത്തായിരുന്നു. മറ്റേ പഴയ വീഡിയോ ഒക്കെ കണ്ടാൽ മതി. നമ്മൾ ASMRൻ്റെ ഒക്കെ ഗ്രാനീനെ ഇട്ടാൽ ബുള്ളി ചെയ്യുമായിരുന്നു ഗൈസ്. ഇത് കണ്ട് എനിക്ക് തന്നെ സങ്കടം വന്നു ഗൈസ്. ഗ്രാനി കുറേ ഒക്കെ അനുഭവിച്ചതുകൊണ്ടാണ്. പൊണ്ടാരത്തോളത്തിന് എനിക്കിപ്പോൾ ഇഷ്ടമേ അല്ലേ. വേണ്ടാന്ന് നോക്കുമ്പോൾ തലയൊക്കെ ഇടുക. ഇത് ഗ്രാനിയല്ല, ഇത് ഗ്രാനീൻ്റെ വേറൊരു റൈവലാണ്. ഗ്രാനീൻ്റെ അതേ സ്വഭാവമൊക്കെയാണ്, പക്ഷെ ഒരു സാമാനമാണ് കേട്ടോ. ഇത് കിടന്ന് കാറിക്കൊണ്ടിരിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു സാധനമാണ്. കിടന്ന് കാറാൻ തുടങ്ങും. അതങ്ങനെ ഈ ചിക്കന് ഒരു ഭ്രാന്തം കണ്ടുണ്ട്. മൃഗം വരും. അതാണ് ഇവരുടെ പ്രശ്നം. ഇവന്നെ ഒരു സംഭവം തുപ്പിയിടും. നമുക്ക് ആ സാധനം തുപ്പിയിട്ടിട്ട് പോയി തുറന്നിട്ട് എന്തൊക്കെ കണ്ടുപിടിക്കാനുണ്ട്. ഇതാണ്ട് ഞൊഴഞ്ഞ് വരുന്നതുകൊണ്ട് ഇത് പല്ലിയാണ്, പല്ലി. റിയലി ദിസ് ഈസ് എ പല്ലി ഗൈസ്. സോ ഗ്രാനി ഇവരുടെ മണ്ടയിൽ കൂടെ വരത്തില്ല, അവരുടെ അകത്തൂടെ കയറി വരും. അതാണ് ഗ്രാനീൻ്റെ സ്പെഷ്യാലിറ്റി. ഗ്രാനി അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. ഗ്രാനിക്ക് സൂപ്പർ പവറൊക്കെ ഉണ്ട്. ഇൻവിസിബിൾ ഗ്രാൻഡ് കളിക്കും ചില സമയത്തൊക്കെ. അതുകൊണ്ട് ഇവർ സാമാനം തുപ്പിയിട്ടുണ്ട്, നമുക്കതെടുത്തിട്ട് മുങ്ങിയേക്കാം. ഗ്രാൻഡിനെ കാണാനില്ല, നമുക്ക് ഈ നെറ്റിൻ്റെ അകത്ത്. അയ്യോ നമ്മളെ കണ്ടു, ജസ്റ്റ് മിസ്സായിരുന്നു ഗൈസ്. നമ്മളെ ഇപ്പോൾ തൂക്കിയാണ്. നമ്മളൊന്നും മൈൻഡ് ആക്കില്ല, നമുക്ക് താഴോട്ട് പോകും. ഗ്രാനി കാണാതെ നമുക്കിനി ഇങ്ങോട്ട് ചാടുക. ഇവിടെ വല്ലതും കിട്ടുമോ നോക്കാം. നമ്മളെ സൈഡിൽ ഇപ്പോൾ എന്തെങ്കിലും ഇരിപ്പുണ്ടായിരിക്കും, ഇരുന്നാൽ മതി ഗൈസ്. ഫൈനലി നമുക്ക് വെപ്പൺ കീ കിട്ടി ഗൈസ്. നമുക്കിനി ഇത് എടുത്തുകൊണ്ട് താഴോട്ട് പോകും. എന്നിട്ട് അമ്മക്കിനി ഒന്ന് പൂശണം ഗൈസ്. നമുക്കിനി താഴോട്ടാണ് ചാടിയേക്കാം. ഗ്രാനി ഇത് അതും കേട്ടോണ്ട് ഇങ്ങോട്ട് വരും ഗൈസ്. ആ പണ്ടാരത്താളത്തിൽ വന്നിട്ടുണ്ട്, നമ്മളിപ്പോൾ കണ്ടു. നമ്മൾ നേരത്തെ ബോണറ്റ് തുറന്ന് വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ടായിരുന്നു നമ്മൾ നേരത്തെ കാണാൻ. നീ ഇവരെ മൈൻഡ് ആക്കണം, നമുക്ക് നേരം പോയിട്ട് ഗൈസ്. ഗ്രാനീൻ്റെ പകുതിയുള്ളു കാറ്. നമ്മൾ ഇനിയും പണി തന്നെയാണ് പറ്റുക. നമുക്ക് വെപ്പണെന്ന് പറഞ്ഞിട്ട് ഗ്രാനിയെ നൈസായിട്ടൊന്ന് പീഡിപ്പിക്കാം. ഗ്രാനിക്ക് അതൊന്നും ഒരു വിഷയമല്ല, ഗ്രാനിയാണെന്നും മൈൻഡ് ആക്കത്തില്ല. ഗ്രാനിയുടെ ബിസിനസ് നോക്കിക്കൊണ്ട് വരുന്നത്, അതൊന്നും മൈൻഡ് ആക്കത്തില്ല. ഓക്കെ, അമ്മച്ചി ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ട്. അതാണ്ട് വരുന്നു. ഇത് പീഡിപ്പിക്കുക, അടുത്തേക്ക് വരല് പറയാട്ടോ. അത്രേ ഉള്ളൂ. അയ്യോ പോയാ. ദാണ്ട് ഉരുണ്ട് പോകുന്നു. ഇവിടെ കിടന്നാ കേട്ടാ ചേട്ടനെ, ഇപ്പം വരാവേ. വയസ്സാങ്കാലത്ത് പറയണ കേട്ടിരുന്ന അവർക്ക് കേൾക്കത്തില്ല. അവിടെ ഗ്യാസ് വെല്ലിങ്ങാണ് ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം വേണ്ട ഈ സ്ക്രൂ ഡ്രൈവറാണ്. ഇതങ്ങെടുത്തേക്കാം. താഴോട്ട് അയഞ്ഞു വന്നു, അത് കൊള്ളാമല്ലോ. എക്സ്ട്രീം കളിക്കുന്നവർക്ക് ഗ്രാനി തെളിയിച്ച് കളയും. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. എക്സ്ട്രീം കളിക്കണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ വെടിവെക്കാൻ നോക്കിയതാണ്, പക്ഷെ അത് വർക്കായില്ല. ഗ്രാനിനെ വളഞ്ഞിട്ട് അതിന് മുമ്പ് തീറ്റ കൊടുക്കണം. ASMRൻ്റെ കളി തീരാതായി. നമ്മളിനിയും ഗ്രാനിനെ പുകയ്ക്കുന്ന കളിയാണ്. ഗ്രാനിനെ ഇല്ലാതാക്കണം. ഗ്രാനിയുടെ വീര യോദ്ധാക്കളെ
ഗ്രാനിയുടെ ഭർത്താവിനെ നമ്മൾ അടുത്ത പ്രാവശ്യം കൊന്നു കളയുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ലേറ്റ് ആയത് സോറി ഗൈസ്, എൻ്റെ പരീക്ഷയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമ്മൾ തുരുതുര വീഡിയോ ആയിരിക്കും ഗൈസ്. വെക്കേഷനൊക്കെ ആകാൻ പോവല്ലേ, അപ്പോൾ വീഡിയോ ഇട്ട് തകർക്കും. മൈൻക്രാഫ്റ്റിൻ്റെയും ഗ്രാനിയുടെയും ബസ് സിമുലേറ്ററും എല്ലാം ഇട്ടങ്ങ് തകർക്കും. അപ്പോൾ തന്നെ ഗ്രാനി വടി ആയിക്കോളും. ഓക്കെ, ഇനി മറ്റേ താഴോട്ട് പോയി ഈ മറ്റേ സംഭവം അങ്ങിട്ടേക്കാം. ഇവിടെ കാര്യമായിട്ട് വല്ലതും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെയാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് എല്ലാ കളിയിലും. ഇതങ്ങോട്ട് വെച്ച് ഇട്ടിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്ലാഗ് എഞ്ചിൻ പാർട്ടോ, അതുകൊണ്ട് വലിയ ഗ്രാനി അടുത്തോട്ട് വരുന്നുണ്ട്, ശബ്ദം വരുന്നുണ്ട്. നമ്മളിത് ഇവിടെ അറിയാതെ ഇട്ടയാണ്. അത് എടുക്കാൻ പോയാൽ നമ്മൾ ഫ്രീസായിട്ടു. ശരിയിപ്പോൾ എന്നാ ചെയ്യും നമ്മൾ? അയ്യോ ഗ്രാനി വരല്ലേ, വരരുത്, മര്യാദക്ക് പറഞ്ഞല്ലേ ഞാൻ വരലെന്ന്. അല്ലെങ്കിൽ ഈ അവസ്ഥ നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. ദാണ്ട് ഉരുണ്ട് പോകുന്നെല്ലാം കൂടെ. എനിക്കിത് കണ്ടിട്ട് കരച്ചിൽ വരുന്നു. അയ്യോ എൻ്റെ ഗ്രാനി, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ തള്ളച്ചി? അയ്യോ ഗ്രാനി ഗൈസ് ചത്ത് ഗൈസ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് എൻ്റെ ആക്കുവാണ്. അതുകൊണ്ട് എല്ലാം കൂടെ തെറിച്ച് വടിയെല്ലാം പൊട്ടിപ്പോയി, എല്ലാം തെറിച്ച് പോയി. ഈ ഒരൊറ്റ സാധനം കൊണ്ട് എന്നൊക്കെയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കണം. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ആവാണ്. ബൈ ബൈ.